എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ സ്നേഹവന്ദനം. സ്നേഹം മനുഷ്യർക്ക് ലഭിച്ചതും അറിഞ്ഞതും തിരുവചനങ്ങളിൽ കൂടെയും ദൈവികമായ അരുളപ്പാടുകളിൽ കൂടെയാണ്. അങ്ങനെയെങ്കിൽ സ്നേഹം എത്രത്തോളം വിലമതിച്ചതാണെന്നും ആ സ്നേഹത്തിൻ്റെ ഉറവിടത്തിനെ കുറിച്ചുള്ള ഒരു ചിന്ത ഇന്ന് ഷെയർ ചെയ്യുവാൻ ശരണപ്പെടുന്നു. ലോകം മുഴുവൻ ക്രിസ്തുമസ് രാവുകളും പുതുവത്സര ആശംസകളും നേർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഈ വർഷത്തിനൊരു പ്രത്യേകത ഉള്ളത് 2025 വർഷം 12-ാം മാസം 25-ാം തീയതിയാണ് ക്രിസ്തുമസ് ലോക ക്രിസ്തീയ ദിന ആഘോഷമായി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ചില നിമിഷങ്ങൾ കഴിഞ്ഞാൽ 2025 എന്ന് പറയുന്ന ആ വർഷം നമ്മളെ ഇരുട്ടിൻ്റെ മറവിലേക്ക് മറഞ്ഞ് 2026 എന്ന പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഒരു പുതിയ പ്രഭാതം നമ്മളിൽ വരുന്നുണ്ട്. അതിനെ ആസ്പദമാക്കി നമ്മുടെ ജീവിതത്തിൽ ലോക അത്ഭുതങ്ങളെ ചിത്രീകരിക്കുന്ന ദൈവ സ്നേഹത്തിൻ്റെ ആഴങ്ങളെ രേഖപ്പെടുത്തുന്ന ഒരു ചരിത്രത്തിൽ കൂടെ ഇന്ന് സഞ്ചരിച്ച് ആശംസയായി ചിന്ത പറയുവാൻ ശരണപ്പെടുന്നു. 1914 ഡിസംബർ 24-ാം തീയതി അർദ്ധരാത്രി ലോകം മുഴുവൻ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭീകരതയിൽ കത്തുകയായിരുന്നു. ഒരു വശത്ത് ബ്രിട്ടീഷ് സൈന്യം, മറുവശത്ത് ജർമ്മൻ സൈന്യം. നൂറുകണക്കിന് ആളുകൾ ദിവസേന മരിച്ചുകൊണ്ടിരുന്ന സമയം. പക്ഷേ ക്രിസ്മസ് ഈവിൽ അപ്രത്യക്ഷിതമായി അത്ഭുതം നടക്കുവാനിടയായിത്തീർന്നു. ജർമ്മൻ ട്രെഞ്ചുകളിൽ നിന്ന് ഒരു സംഗീതത്തിൻ്റെ അലയടിക്കുന്ന കാറ്റുകളിൽ ആ യുദ്ധശ്രുതികൾക്ക് മുമ്പിൽ അർദ്ധരാത്രി മുഴങ്ങിക്കേട്ടു സാലിൻ നൈറ്റ് എന്ന ക്രിസ്മസ് ഗാനം ഉയർന്ന് ശത്രുക്കളായ ബ്രിട്ടീഷ് സൈന്യങ്ങൾ ആദ്യം അതൊന്നും വിശ്വസിച്ചില്ല. പിന്നീട് അവരും മറുപടി പാട്ട് പാടി. തോക്കുകൾ നിശബ്ദമായി. സൈനികർ ട്രെഞ്ചുകളിൽ നിന്ന് പുറത്തു വന്നു. ഒരുമിച്ച് കൈകുലുക്കി ചോക്ലേറ്റും ബ്രെഡും കൈമാറി. ചില സ്ഥലങ്ങളിൽ ഫുട്ബോൾ വരെ കളിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ആ രാത്രിക്ക് വേണ്ടി ലോകം യുദ്ധം മറന്നു, വൈരം മറന്നു. മനുഷ്യരായി അടുത്ത ദിവസം വീണ്ടും യുദ്ധം തുടങ്ങി. പക്ഷെ ആ ഒരു ക്രിസ്മസ് രാത്രി ലോകത്തിന് പഠിപ്പിച്ചത് ഇതാണ്: സ്നേഹത്തിന്റെ മുന്നിൽ യുദ്ധത്തിന് തോൽക്കേണ്ടി വരും. സ്തോത്രം. ഇരുട്ടിനെ പുറത്താക്കാൻ ഇരുട്ടിന് ആവില്ല, വെളിച്ചത്തിനെ കഴിയൂ. വെറുപ്പിനെ പുറത്താക്കാൻ വെറുപ്പിനാവില്ല, സ്നേഹത്തിന് മാത്രമേ കഴിയുള്ളൂ. ആ സ്നേഹം ക്രിസ്തുനാഥന്റെ സ്നേഹമാണ്, ലോകരക്ഷകന്റെ സ്നേഹമാണ്. സകലരെയും നിത്യത എന്ന് പറയുന്ന സ്വർലോകത്തിലേക്ക് എത്തിക്കുന്ന സ്നേഹമാണ്. കഷ്ടതയും പട്ടിണിയും പൈത്യാഗങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളുമില്ലാത്ത, ലോകത്തിൽ എതിർപ്പുകളില്ലാത്ത, ലോകത്തിൽ ജയം വരിച്ച ആ സ്നേഹമാണ് ഈ ക്രിസ്തുമസ് ദിനങ്ങളിൽ കൊണ്ടാടുന്നെങ്കിലും അത് ആഘോഷമായി അല്ല, ലോകമെമ്പാടും ആരാധനയായി കൊണ്ടാടുന്ന ഈ നല്ല നിമിഷത്തിൽ ആ സ്നേഹത്തിന്റെ ഉറവിടമായിരിക്കുന്ന നസനായ യേശു ക്രിസ്തുവിനെ
ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയായിരുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം നിലനിന്നിടത്ത് ദൈവസമാധാനമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ആ ട്രെഞ്ചുകളിൽ നടന്ന പോലെ ബ്രിട്ടീഷ് സൈന്യവും ജർമ്മൻ സൈന്യവും ഒരുമിച്ച് ആർത്തുപാടിയ പോലെ സാലന്റ് നൈറ്റ് എന്ന ഗാനത്തോടുകൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് സമാധാനത്തിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒരുമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് ഓൾ.